നമസ്കാരം, എല്ലാവർക്കും ഹാൻഡ് ക്രാഫ്റ്റഡ് ലൈഫിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് കപ്പയും മീനും ഉണ്ടാക്കിയാലോ? ആദ്യമായിട്ട് ഒരു മീൻ കറിയുടെ റെസിപ്പി പരിചയപ്പെടുത്താം. മീൻ്റെ തലയിട്ടിട്ടുള്ള ഒരു തലക്കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതിനായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു മൺചട്ടിയിൽ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയൊക്കെ പൊട്ടിച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ച് നന്നായി വാട്ടുക. ഒരു 10-15 ചെറിയ ഉള്ളി എടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് വാടിയതിന് ശേഷം അതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്ത് ഇടും. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റുക. ഉള്ളിയെല്ലാം നന്നായി വഴന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇവയൊക്കെ ചതച്ചത് ചേർക്കാം. അത് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. നമ്മുടെ അടുത്ത് എന്താ അവൈലബിൾ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇടാം. ചേരുവകൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി വഴന്നു വന്നതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ചേർക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഈ തക്കാളിയുടെ നീരെല്ലാം ഈ ഉള്ളിയിലേക്കും ഇഞ്ചിയിലേക്കും ഒക്കെ പിടിച്ച് നന്നായി കുഴമ്പ് പരുവത്തിലാകുമ്പോഴാണ് മസാലകൾ ചേർക്കേണ്ടത്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല കുറച്ചായി ചേർത്ത് കൊടുക്കാം. ആദ്യമായി മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ചേർക്കാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കണം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് വാടി വരുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ വിട്ട് ഏകദേശം വരുമ്പോൾ അതിലേക്ക് ഇനി മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ഇത് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ സാദാ നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതാണ്. മുളക് പൊടിയുടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ച് വേണം ചേർക്കാൻ. ഇപ്പം മുളക് പൊടിയൊക്കെ നല്ല എരിവാണെങ്കിൽ കുറച്ച് ഒരു ടേസ്റ്റിന് മാത്രം കുരുമുളക് പൊടി ചേർത്താൽ മതി. അതുപോലെ ഒരു 2 ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ നമ്മൾ ഈ വാളംപുളിയില്ലേ അത് വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞാണ് ഇപ്പം ഇവിടെ പുളിക്ക് വേണ്ടി ചേർത്തിട്ടുള്ളത്. കാരണം തലക്കറിയാണ് ഇവിടെ വെക്കുന്നത്. തലക്കറിക്ക് കുറച്ച് എരിവും പുളിയൊക്കെ കൂടുതൽ നിൽക്കണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ. കാരണം ആ തലയിലേക്കൊക്കെ ഈ മസാല പിടിച്ചു കഴിഞ്ഞാൽ ഗ്രേവിയുടെ ആ ഒരു എരിവും പുളിയൊക്കെ കുറയും. ഇനി ഈ മസാലയും എല്ലാം കൂടെ വെന്ത് നന്നായി തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് മീൻ്റെ തല ചേർക്കുക. 2 സൈഡും ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കണം. നന്നായി വെന്തതിന് ശേഷം ഒന്നും കൂടെ അത് തിരിച്ചിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് കൂടെ അത് വേവിക്കണം. തല ആയതുകൊണ്ട് അത് ഉടഞ്ഞു പോകത്തൊന്നുമില്ല. മറ്റ് നമ്മൾ സാധാ മീൻകറി വെക്കുമ്പോൾ ഒരുപാട് നേരം തിളപ്പിക്കാറില്ല. പക്ഷെ തലക്കറി വെക്കുമ്പോൾ അത്യാവശ്യം അത് വെന്ത് അതിനുള്ളിലേക്കൊക്കെ ഈ മസാലകളൊക്കെ ഇറങ്ങിച്ചെല്ലണം. മീൻ ഇതാ ഏകദേശം വെന്ത് കഴിഞ്ഞു. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടെ അതിന് മുകളിലേക്ക് ഇട്ടത് ശേഷം ഒന്ന് ഇളക്കി പാത്രം അടച്ചു വയ്ക്കാം. ഇപ്പം നല്ല ടേസ്റ്റി മീൻ തലക്കറി റെഡിയാണ്. ഇനി അതിലേക്ക് കപ്പ ഉണ്ടാക്കാം. അപ്പോൾ കപ്പ ഞാനിവിടെ പുഴുങ്ങിയെടുത്തിരിക്കുകയാണ്, ഉടച്ച് വെച്ചിട്ടുണ്ടല്ല. അപ്പോൾ കപ്പ നന്നായി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഒരു മൺചട്ടിയിൽ വെച്ച് അതിനൊപ്പം തന്നെ വെള്ളം ചേർത്ത് വെക്കുക. വെള്ളം ഒപ്പം നിർത്തിയതിന് ശേഷം പാകത്തിന് ഉപ്പും ഇട്ടിട്ട് സ്റ്റൗവിൽ നന്നായി തിളപ്പിച്ച് ഒരു 20 മിനിറ്റോളം അത് വേവണം. നന്നായി വെന്ത് കിട്ടണം. നന്നായി വെന്തതിന് ശേഷം അതിൽ വരുന്ന വെള്ളം നമ്മൾ ഊറ്റിക്കളയണം. ഇതാ ഇപ്പോൾ കപ്പയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതാ നമ്മളിങ്ങനെ ഒരു സ്പൂൺ എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്കതിൻ്റെ വേവ് മനസ്സിലാവും. ഇപ്പോൾ കപ്പ വെന്തിട്ടുണ്ട്. വെന്ത് വെള്ളം വാർത്തി അതിനെ എടുത്തു. ഇനി മീൻ കറിയൊക്കെ കൂട്ടി കപ്പ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കപ്പയും മീൻ കറിയും എല്ലാവരും കഴിച്ചു നോക്കുക, ഉണ്ടാക്കി നോക്കുക. ഏറ്റവും സിമ്പിളാണ്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.